ഹലോ, അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇന്നത്തേത് ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അത്താഴം മുതൽ ഇഫ്താർ വരെയുള്ള കാര്യങ്ങൾ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 21 രാവിൻ്റെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഹറമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കുറേ പേരെ കമൻസിൽ കണ്ട് എന്നും വീഡിയോ ഇടാനായിട്ട് നോക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അധിക ദിവസം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റും ചെയ്യുക. നിങ്ങളെ ലൈക്സും കമൻസൊക്കെ കാണുമ്പോഴാണ് ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹറമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. നോയിന് ഞാൻ ആദ്യം തന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഫീഡെല്ലാം ചെയ്ത് മാറ്റി കുട്ടപ്പനാക്കി ഇരുത്തിക്കുന്നത്. ഇനി ഓൻ ഉറങ്ങുന്നുള്ള ഹോപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ ഹറമിലേക്ക് പോണത് തന്നെ. ഓൻ ഉറങ്ങിയാൽ നമുക്ക് നല്ലപോലെ നിസ്കരിക്കാനും ഒക്കെ കഴിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഓനങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം. ആൾക്ക് ഭയങ്കര ഒരു പേടിയുള്ള മാതിരി നമ്മളെപ്പോഴും കൂടെ വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെയാണ് പോണേ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 12 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അപ്പോൾ ഇനി കിയാമുല്ലയിലുണ്ട്, അതിൽ കൂടാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. പോണ വഴിക്ക് തന്നെ ആയപ്പം അവിടെ നിസ്കാരം സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് കേൾക്കാം. ഞങ്ങൾ സ്പീഡിൽ പോവാണ്. ഇപ്പോൾ അവസാനത്തെ 10 മുന്നത്തേനേക്കാളും തിരക്ക് കൂടിയിരിക്കുന്നത്. പിന്നൊന്ന് 21 രാവുമല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വഴിമല നിന്നിട്ട് ആൾക്കാരൊക്കെ നിസ്കരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതേനു, തറാവി അവിടെ നിന്ന് നിസ്കരിക്കണമെന്ന് വിചാരിച്ചതേനു. പക്ഷേ കുട്ടികളുണ്ടാകുമ്പം നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ ഇപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത്. അപ്പം ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വന്നാലേ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പം പുറത്ത് നിന്നിട്ട് നിസ്കരിക്കേണ്ടി വരും. എന്നാലും സാരമില്ല, ഹറമിൽ കയറാൻ കഴിയണതും അവിടെ നിന്ന് നിസ്കരിക്കണതൊക്കെ കൂലിയുള്ള കാര്യം തന്നെയാണല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ദിവസം. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് കാണുന്ന ആ ഒരു ഗേറ്റാണ് കേട്ടോ അത്. അതിലൂടെ കയറി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, അത് ഫുൾ ആൾക്കാരാണ്. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തുറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അത് ഞങ്ങൾ കുറച്ച് നടന്നപ്പം ഒരു ഇത്തിരി കാലിയായിട്ടുള്ള സ്ഥലം കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം നിറയാൻ തുടങ്ങും, അത്രയും ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ വിരിച്ചിരിക്കാൻ നല്ലൊരു ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടേനു പോയത്. കാരണം ഇങ്ങനെ നടക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ അവിടെ മോനെ വെക്കാൻ പറ്റില്ല. പിന്നെ മുസല്ല എടുത്തു കഴിഞ്ഞാൽ മോനക്ക് ഇരിക്കാനും സ്ഥലം ഉണ്ടാവില്ല. ഓനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് ആളിങ്ങനെ അതിലിരുന്നിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഉറങ്ങിയതേ ഇല്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് ഉറക്കാൻ വേണ്ടിയിട്ട് ഓൻ തീരെ ഉറങ്ങിയില്ലേനു. എന്നാലും വല്ലാതെ ഇടങ്ങേറാക്കിയിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് സംസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിലിങ്ങനെ സൗണ്ട് ഉണ്ടാവുമല്ലോ ഗ്ലാസ്സിൽ പിടിക്കുമ്പോൾ, അതും കേട്ടിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്ന്. പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴത്തേനും സമയം നമ്മൾ അത്താഴം കഴിക്കാനുള്ള നേരമായിരുന്നു കേട്ടോ. പിന്നെ അത്താഴമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കിടന്ന് എണീക്കുന്നത് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ലോറിൻ്റെ ആ ഒരു സമയത്തായിട്ടാണ് എണീറ്റത്. മോനും ആ നേരത്തെ തന്നെയാണ് കേട്ടോ എണീച്ചത്. അപ്പോൾ രാവിലെ എണീറ്റ പാടെ തന്നെ ഞാൻ ഓനക്കുള്ള ഫുഡാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയിരിക്കുന്നത്. പൊട്ടറ്റോയും പിന്നെ ക്യാരറ്റും വേവിച്ചെടുത്തതാണ് കേട്ടോ. അതിലേക്ക് ഇനി കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കും. പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും ചേർക്കും. ഇത് ഞാൻ ആദ്യം ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. കാരണം മാഷ് ചെയ്ത് കൊടുക്കുമ്പം ഇപ്പോൾ എനിക്കെന്തോ വലിയ ഇഷ്ടമാവണില്ല. ഇങ്ങനെ അടിച്ചിട്ടാകുമ്പം പിന്നെയും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പീസ് ബട്ടർ ആദ്യം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ അടിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റും പൊട്ടറ്റോയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ആദ്യമൊക്കെ ഞാനിവനക്ക് ഡേറ്റ്സും കൂടെ ചേർക്കലുണ്ട്. നമ്മൾ ഈത്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ടാണ് ഇത് അടിക്കൽ. ഇപ്പം കുട്ടിക്ക് മധുരമുള്ളതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കലുള്ളത്. പിന്നെ കുരുമുളക് പൊടി ഇടുമെന്ന് പറയുന്നത് കുറേ തൊടില്ല കേട്ടോ, ജസ്റ്റ് ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം, ഒക്കെ ഇട്ട് കൊടുക്കാം. കുട്ടിക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് അറിയണമല്ലോ. പിന്നെ ഇപ്പോൾ ഇവനക്ക് 9 മാസം ഫുള്ളായിക്കുന്നത്. അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ കൊടുത്ത് തുടങ്ങുക. പിന്നെ ഭക്ഷണം കൊടുക്കലാണ് കേട്ടോ അടുത്ത ടാസ്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഓനക്കും പോകണം. ഇപ്പം ഡ്രസ്സിട്ട് കണ്ടാൽ പിന്നെ ഓനക്കും കൂടെ പോകണം. പിന്നെ ഒരു വിധത്തിൽ ആളെ പിടിച്ച് ഉള്ളിലേക്കാക്കും. അങ്ങനെ ഇതാ അപ്പോൾ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. പിന്നെ ഇഫ്താറിനുള്ള ഫുഡ് ഞാനും ഉപ്പയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ച്, നമുക്ക് റെസ്റ്റ് ആയിക്കോട്ടെ. പക്ഷേ അത്താഴത്തിനുള്ളതും പിന്നെ ചോറും നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നായിട്ട് ചോറ് കഴിക്കലുണ്ട്. അതൊക്കെ അമ്മ ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അത്താഴത്തിന് പിന്നെ നമ്മളധികം കുബൂസും ബ്രെഡ് പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പത്തിരി അതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെയാണ് കേട്ടോ കഴിക്കൽ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിവിടെ വീടൊക്കെ ഒന്ന്
ഒന്ന് അടുക്കിപ്പെറുക്കി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. വീടെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഹോളാണ് വൃത്തികേടാവല്, ബാക്കിയൊന്നും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കലുണ്ട്. അപ്പോൾ ഹോളിൽ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നോയിനും കുറച്ചൊക്കെ അങ്ങനെ കൊടുക്കും. അപ്പോൾ ഓന് കുറച്ച് കഴിക്കും, കുറച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിടും, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ, ഇങ്ങനെ ടേബിൾ ഷീറ്റാണ്. അതിൻ്റെ അടിയിൽ വൈറ്റ് ബെഡ്ഷീറ്റ് വിരിക്കുകയാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫുഡെല്ലാം ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ നല്ല ഭംഗിയാണ് വൈറ്റ് അടിയിൽ കാണുമ്പോൾ. നമ്മളെ നാട്ടിലത്തെ വീട്ടിലും ഇതേപോലെ തന്നെയാണ് അമ്മ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വൈറ്റ് വാൾപേപ്പർ വാങ്ങിയിട്ട് അങ്ങനെ ടേബിളിൽ ഒട്ടിച്ച് വെച്ചതേനു. ഇപ്പം അതും എടുത്തിട്ടുണ്ട്. ഇപ്പം ബ്ലാക്ക് ഗ്ലാസ് തന്നെയാണ് കേട്ടോ നാട്ടിലെ വീട്ടിൽ. പിന്നെ ഇതാ ഇവിടെയൊക്കെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ടേനു. അതായത് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. എല്ലാം ഒന്ന് അടുക്കി പെറുക്കി റെഡിയാക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പുറത്തേന് നല്ലൊരു എനർജി കിട്ടിയ പോലെയാണ് കേട്ടോ. അപ്പം ഞാനും ചെയ്യുന്നുണ്ട്, കൂടെ അമ്മയും ഹെൽപ്പ് ചെയ്യാനുണ്ട്. നമ്മൾ രണ്ടാളും കൂടെ എല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് നോയിന് ഇവിടെ ഇങ്ങനെ വിരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കണതാണ്. നമുക്കിങ്ങനെ കിടക്കാമല്ലോ വിചാരിച്ചിട്ട്. ഇവിടെ സോഫ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല, അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റ്സൊക്കെയാണ് കൊണ്ടുവയ്ക്കലുള്ളത്. പിന്നെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കിയിടാണ് കേട്ടോ. ഇവനെല്ലതും അവിടെയും ഇവിടെ ഇട്ടിട്ടുണ്ടാവും. അവനക്കിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ആൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൻക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് വലിയ താല്പര്യമില്ല കേട്ടോ. ഇങ്ങനെ നമ്മളെ ഫുഡിനോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതാ ഹോളൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേനും ഇപ്പോൾ കിച്ചണിൽ കയറിയിട്ട് ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇന്ന് നമ്മൾ ബിരിയാണിയല്ല മന്തിയല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റെസിപ്പി ഞാനിതിൽ കാണിച്ചു തരാം. എൻ്റെ ചെറിയ അമ്മോൻ്റെ വൈഫുണ്ട്, എൻ്റെ അമ്മായിയാണ്, പക്ഷേ ഞാൻ ഹാജറാമ എന്നാണ് കേട്ടോ വിളിക്കൽ. അപ്പോൾ ഹാജറാമ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ബിരിയാണി ഉണ്ട്, ഒരു മുറാദാബാദി ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പക്ഷെ അതിൽ ചിക്കനെല്ലാം ഒരുമിച്ചിട്ടിട്ട് വേവിക്കുക ചെയ്യൽ. ഇതിൽ നമ്മൾ ചിക്കൻ സ്കിന്നോട് കൂടെ തന്നെ ഒന്ന് ഗ്രില്ല് ചെയ്ത പോലെ ആക്കിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ ഒരു വലിയ കുക്കർ വെച്ച് കൊടുത്താണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ ചിക്കൻ ആദ്യം പുഴുങ്ങിയെടുക്കണം. അതിന് പാകമായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ച് മതി ചിക്കന് ഒന്ന് മുങ്ങാൻ പാകത്തിൽ. എന്നിട്ട് ചിക്കൻ ഹാഫായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളെല്ലാം ക്ലീനാക്കി കൈയിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോക്കിന് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഉള്ളി എടുത്തിട്ടുണ്ട്, 2 വലിയ ഉള്ളിയും, വെളുത്തുള്ളി 2 ബൾബ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഫുള്ളായിട്ടില്ല കേട്ടോ, ഹാഫാണുള്ളത്. അപ്പം 1.5 ബൾബ് വെളുത്തുള്ളി എടുത്തതിന്. പിന്നെ 2 വലിയ തക്കാളി വേണമെങ്കിൽ നമുക്ക് 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പുളി എത്ര വേണോ അത്ര തക്കാളിൻ്റെ അളവിൽ കൂട്ടാം. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3-4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഹോൾ സ്പൈസസ് വേണം, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, പൂവ്, പിന്നെ ആ സ്റ്റാർ പോലത്തെ അതുണ്ടല്ലോ അത്, അതേപോലെ കറമ്പട്ടൻ്റെ ഇല, ഇതെല്ലാം വേണം കേട്ടോ. അതെല്ലാം നമ്മൾ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അത് ബിരിയാണിക്ക് നമ്മൾ എത്ര ചേർക്കുന്നത് ആ ഒരു അളവിൽ തന്നെ ചേർക്കുക. ഇതെല്ലാം കൂടെ നമ്മൾ ചിക്കനിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്നും തൊലിക്കേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ചിക്കൻ വെന്ത് വരുമ്പം ഇങ്ങനെ ഒരു വൈറ്റ് ലെയർ വരാൻ ചാൻസ് ഉണ്ട്, അതിങ്ങനെ കോരിയെടുത്തിട്ട് ഒഴിവാക്കി കളയാം കേട്ടോ. പിന്നെ കുക്കർ അടച്ച് വെക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് കറുത്ത മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ജീരകം ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിനു. ചെറിയ ജീരകവും വേണം, വലിയ ജീരകവും വേണം. രണ്ടും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ 1 kg ആണ്, റൈസും 1 kg ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ അളവാണ് കേട്ടോ ഈ പറയുന്നത്. പിന്നെ ഇത് ചിക്കൻ്റെ മേലെ തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് നോർത്ത് ഇന്ത്യൻ ബിരിയാണി മസാലയാണ്, അത് ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാണ്. പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ ബിരിയാണി മസാല ഇല്ലെങ്കിൽ നമ്മൾ മന്തിൻ്റെ മസാല ഉണ്ടല്ലോ അത് ചേർത്താലും മതി. അതൊരു 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇതിൻ്റെ കൂടെ മിക്സ് ആക്കുക. ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരിത്തിരി ഗരം മസാലൻ്റെ പൊടി, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി വെച്ചാൽ മതി. പിന്നെ അതാ ഞാൻ ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പം അതിന് ചിക്കൻ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇനി ഈ തക്കാളി ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ എടുക്കണം. അതും കൂടെ കുറച്ചൊന്ന് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അയക്കന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ്റെ മേലെ കായം തേച്ച് കൊടുക്കുകയാണ്. നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് മൊത്തത്തിൽ നല്ല പോലെ ഒന്ന് തേച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
ഞാനിപ്പം ഈ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തേനെ, അല്ലാതെ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കാരണം ചിക്കൻ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ മസാല ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ആ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് വരണം. വെളുത്തുള്ളീൻ്റെ ഒക്കെ തൊലി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വേണം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതും നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ വെള്ളം ഒന്ന് അളന്നിട്ട് മാറ്റി വെക്കുക. നമ്മൾ എത്ര റൈസാണോ എടുക്കുന്നത് അതിന് പാകത്തിലുള്ള വെള്ളം വെക്കുക. അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തേന്. എന്നിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുന്തിരിയാണ് കേട്ടോ. അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ക്യാമറ വെച്ചത് എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് എൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഞാൻ ക്യാമറ വെക്കലുള്ളത്. പക്ഷേ എൻ്റെ ഇപ്പം റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ ഞാൻ ആ കാര്യം തീരെ ആലോചിക്കാതെ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ ക്യാമറ വെച്ചിട്ട് പോയി. ഞാൻ നോയിനെ നോക്കാൻ വേണ്ടിയിട്ട് പോയതേനു, അപ്പോൾ കണ്ടില്ല. അതാണ് ഇപ്പം എൻ്റെ കൈ ഇങ്ങനെ ഫുൾ ക്യാമറൻ്റെ മേലേക്ക് വരുന്നത് കേട്ടോ. പിന്നെ അതാ ഈ മുന്തിരി കോരിയെടുത്തതിന് ശേഷം കുറച്ച് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ ജീരകം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് തക്കാളി, ഉള്ളി, അതിൻ്റെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളകും മല്ലിയും അതിങ്ങനെ ഫുള്ളായിട്ടുള്ളതുണ്ടല്ലോ, അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പു അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. ഇതിൽ നിന്നൊരു എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇത്തിരി പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഒരു ഫുൾ നാരങ്ങ എടുത്തിട്ടുണ്ടേനു. നിങ്ങളെ പുളിക്കനുസരിച്ചിട്ട് ചേർത്താൽ മതി. തക്കാളി 3 എണ്ണമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴിയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നാരങ്ങ ചേർക്കുന്നത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഓയിലും നാരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചോറുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേണ്. അതിന് ശേഷം ഇതിലേക്ക് വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല. നേരത്തെ ആക്കി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം, അത് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് പാകത്തിനുണ്ടേനു. പിന്നെ അതാ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം. അതിന് മുന്നായിട്ട് കുറച്ച് ഉണക്കമുന്തിരി നേരത്തെ പൊരിച്ച് വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേണ്. പിന്നെ അതാ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി നമ്മൾ കഴുകിയിട്ട് അതിങ്ങനെ വാർത്തെടുക്കണം. അതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നീളം കൂടിയ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ആക്കാൻ എടുക്കൂലേ, ആ ഒരു ടൈപ്പ് അരിയാണ്. പിന്നെ ഇന്ന് പൊരിക്കടികളൊന്നും ഉണ്ടാക്കണില്ല, മന്തി ഉണ്ടായതുകൊണ്ട് അതന്നെ മതി വിചാരിച്ച്. അപ്പോൾ അതാ തരിക്കഞ്ഞി ഇവിടെ ആക്കുന്നുണ്ട്. ഇതിപ്പൊക്കെ എന്തായാലും വേണം. നമുക്കൊന്നും ആദ്യം വലിയ ഇഷ്ടമില്ലേനോ, അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കുടിച്ച് ഇഷ്ടമാണ് എല്ലാവർക്കും. അങ്ങനെ പാലൊക്കെ വെച്ചിട്ട് തരിക്കഞ്ഞി റെഡിയാക്കിയിരിക്കുന്നത്. ഇനിയിപ്പം നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് പൊരിച്ചെടുക്കല്ല, ഗ്രില്ല് ചെയ്യുന്ന പോലാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഓയിലൊന്നും ഒഴിച്ച് മുക്കി പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വന്നാൽ മതി. സ്കിന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതായി കിട്ടും. 2 പീസും ഒരുമിച്ച് തന്നെ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തേണ്. പിന്നെ ബാക്കി വന്നിട്ടുള്ള മസാല ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ മേലക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തേണ്. അപ്പോൾ ചോറ് ഇതാ വിസിലൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിക്കുന്നത്. അപ്പോൾ ഞാനതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച്. അപ്പോക്കിനും നോ എണീറ്റ് വന്നിന് കേട്ടോ. ഓൻ ഉറക്കേനു. ആ ഒരു സമയത്താണ് ഞാനിപ്പം കൂടെ അതൊക്കെ ചെയ്യാൻ നിന്നത്. ഇത് കടല വേവിച്ചിട്ട് വറവിട്ടെടുത്തതാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ചുവന്നമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അങ്ങനെ വറവിട്ടെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ആക്കി വെച്ചാണ്. പിന്നെ ഇനിയെല്ലാം ടേബിൾക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള കസ്റ്റർഡ് ബാക്കിയുണ്ടായിരുന്നു, ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടല്ലോ, അത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒരു ബൗളിലാക്കിയിട്ട് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസാണ് കേട്ടോ എന്നുള്ളത്. കടല ഇവിടെ എല്ലാവരും അങ്ങനെ കഴിക്കുന്നത് കണ്ടാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ നോമ്പ് തുറക്കാനൊക്കെ പോകുമ്പം ഇങ്ങനെ ഇതൊരു ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഉപ്പക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കടല വേവിച്ചതൊന്നും കഴിക്കില്ലല്ലോ നോമ്പ് തുറക്കുമ്പോൾ. ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞ് പിന്നെ ഞാനെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഹറമിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോണ ആൾക്കാരെ തിരക്കാണ് കേട്ടോ അത്. ഈ ഒരു സമയം റോട്ടിലിങ്ങനെ ഫുഡ് എല്ലാവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ പല ടൈപ്പ് ഫുഡുകളും ഉണ്ടാവും. ചിലപ്പം ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ആവും, അല്ലെങ്കിൽ മന്തി, അങ്ങനെ എല്ലാം കൊടുക്കും കേട്ടോ. ഒരുപാടുണ്ടാവും ഇവിടെ. ഇങ്ങനെ ഓരോരുത്തർ ഒരു ചാരിറ്റി പോലെ ചെയ്യണതാണ്. പിന്നെ അതാ ഞാൻ മന്തി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൻ്റെ മേലായിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ കുറച്ചധികം മൊരിയിച്ച് പോയിട്ടോ, അതാണ് കളർ ഇങ്ങനെ ആയത്.
പിന്നെ ബാക്കി വന്നിട്ടുള്ള മസാലയും അതൊക്കെ ചിക്കൻ്റെ മേലെ വെച്ച് കൊടുത്തേന്. അങ്ങനെ അത് ആ ടേബിൾ സെറ്റാക്കി. നമ്മൾ ഈ ഒരു സമയം തന്നെ ഇതൊക്കെ കഴിക്കുക. നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഇതെല്ലാം കഴിക്കലുണ്ട്. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. കഴിഞ്ഞ നോമ്പിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റെസിപ്പി മുന്നത്തെ ഇഫ്താർ വ്ളോഗ്സിലൊക്കെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് തക്കാളിയും പച്ചമുളകും അങ്ങനെ വെളുത്തുള്ളി അതെല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയുള്ള വീഡിയോസിലും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ബാങ്ക് കൊടുത്തപ്പോൾ നല്ല റാഹത്തായിട്ട് നോമ്പ് തുറന്ന് ഭക്ഷണം കഴിക്കാനിരുന്നാൽ അധികം ഉപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും കേട്ടോ. ഇപ്പോഴാണ് ഇവനക്കുള്ളതൊക്കെ ഇങ്ങനെ കൊടുക്കൽ, ഫ്രൂട്ട്സും എന്താ വെച്ചാൽ ഇപ്പോഴാണ് ഈ ഒരു സമയത്തൊക്കെ അവനക്ക് ഫുഡ് കൊടുക്കൽ. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമാണ് ഉപ്പൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് നിസ്കാരം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ രാത്രി വെറുതെ ഒന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവനക്ക് ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം എന്തായാലും ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇപ്പൻ്റെ കൂടെ നമ്മളും ജസ്റ്റ് ഈ ബിൽഡിങ്ങിൻ്റെ താഴേക്കൊന്ന് പോയി വരാൻ വിചാരിച്ചു. നോയിനെ അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ആ കാരിയറിലിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പം ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരലും. ഈ ഒരു സ്ഥലത്തേക്കുള്ള എൻട്രി നമുക്കും പിന്നെ വേറെ താഴൊരു ഞാൻ പറഞ്ഞില്ലേ പാകിസ്ഥാനി അവരുണ്ടെന്ന് ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാ. അപ്പം ഓർക്കും മാത്രമേ ഇങ്ങോട്ടേക്ക് എൻട്രി ഉള്ളൂ. അപ്പം അങ്ങനെ ആരും ഉണ്ടാവില്ല കാണാനായിട്ട്. നമ്മൾ സാധാ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് താഴത്തേക്ക് ഇറങ്ങിയത്. പിന്നെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്ന്. ഇതാണ് ഞങ്ങൾ ബിൽഡിങ്. ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ് കേട്ടോ. നമ്മൾ 9ാമത്തെ നിലയിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാ റൂം ടൂറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ ഇൻഷാ അല്ലാ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്